ഹായ് ഫ്രണ്ട്സ്, ഒത്തിരി ലേറ്റായി പോയെന്നറിയാം. എന്നാലും നമ്മുടെ വാലന്റൈൻസ് ഡേയുടെ ഈ ഒരു ക്രാഫ്റ്റ് പോസ്റ്റ് ചെയ്യാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് ടൈം കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഈ ഒരു പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഓർഗാമി ഹാർട്ട് ഷേപ്പുകൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമ്മൾ മുമ്പ് നമ്മുടെ ക്രിസ്മസ് സീരീസിൽ പലരും കണ്ടിട്ടുണ്ടാവും സ്റ്റാർ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തത്. ആ പേപ്പർ ബാലൻസ് യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും രീതിയിലാണ് ഓരോ പേപ്പർ സ്ട്രാപ്പ് ഞാൻ കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ എല്ലാം ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് റെഡായിട്ടുള്ള പേപ്പേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഫുള്ള് റെഡ് ആവുന്നതിനേക്കാളും കുറച്ചും കൂടി ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയത് ഇതുപോലുള്ള പേപ്പേഴ്സ് ആട്ടോ. ഇനി അതിൽ നിന്ന് ഒരു പേപ്പർ സ്ട്രാപ്പ് എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഇതേ ഒരു സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. പിന്നെ ആ ഒരു പേപ്പറിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് 5 പ്രാവശ്യം ഞാൻ ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 7 പ്രാവശ്യമാണ് ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പ് അങ്ങ് കീപ്പ് ചെയ്യാം. 7 ഫോൾഡിങ്ങിന് പകരം 5, 9, 11 ഒക്കെ എടുക്കാം കേട്ടോ. അതായത് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വരുന്ന ടൈമിൽ നമുക്ക് താഴെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആ കട്ട് ചെയ്ത സംഭവം ഉള്ളിലേക്ക് ഇൻസേർട്ടും ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് അവിടെ ഒരു പോക്കറ്റ് ഉണ്ടാവും. അപ്പോൾ ഒറ്റ സംഖ്യകളായിട്ട് കട്ട് ചെയ്താലാണ് ആ ഒരു പോക്കറ്റ് അവിടെ ഉണ്ടാവുള്ളൂ. ഇനി ഇതുപോലെ അതിൻ്റെ അറ്റഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മുകളിലും താഴെയായിട്ട് 2 പോക്കറ്റ് പോലെ കാണുന്നതായിരിക്കും. അപ്പോൾ താഴെയുള്ള ഈ ഒരു പോക്കറ്റിലേക്ക് വേണം ഈ ഒരു പേപ്പർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇൻസേർട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അത് ബാക്കിലേക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതുപോലുള്ളൊരു ട്രയാങ്കിൾ ഷേപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നീളം കൂടിയ ഭാഗത്ത് സ്കെയിൽ യൂസ് ചെയ്തിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ നെയിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് ഈ ഒരു ഹാർട്ട് ഷേപ്പിന് 3D ലുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇനി 2 അറ്റത്തും ഇതുപോലെ ഒന്ന് കുറച്ച് ഭാഗം ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് കർവ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് കട്ട് ചെയ്യണം കേട്ടോ ഈ ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്തത്. ഫസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ ആ ഒരു ഷേപ്പ് ഒന്നുകൂടി ചെരിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ A4 ഷീറ്റ് പോലത്തെ ഉള്ള പേപ്പറുകളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒറ്റയടിക്ക് കർവ് ഷേപ്പ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ക്യൂട്ടായിട്ടുള്ളൊരു ഹാർട്ട് ഷേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പേപ്പർ സ്ട്രാപ്പ് എടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ 5 പ്രാവശ്യമാണ് ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് താഴത്തെ പേപ്പർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും താഴെയുള്ള പോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്കെയിൽ വേണമെന്നൊന്നുമില്ല, ഇതുപോലെ നമ്മുടെ നെയിൽ യൂസ് ചെയ്തിട്ട് മാത്രം സിമ്പിളായിട്ടങ്ങ് ആ ഒരു 3D ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ 2 സൈഡും ഇതുപോലെ കർവ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് വലിയ ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ഹാർട്ട് ഷേപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു റെഡിൻ്റെ മുകളിലായിട്ട് ആ ഒരു വൈറ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതേ മെത്തേഡിൽ നമുക്ക് എത്ര ഹാർട്ട് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇതിലും ഞാൻ 5 ഫോൾഡിങ് ആണ് കൊടുത്തിട്ടുണ്ടായത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെയിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ 3D ലുക്ക് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം 2 സൈഡും ഒന്ന് കർവ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളല്ലേ? ഇതേ മെത്തേഡിൽ ഞാൻ ഓർഗാമി പേപ്പർ സ്റ്റാർ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്ക്രീൻ ടൈം നല്ല രീതിയിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പായിട്ട് കഴിയുമ്പോൾ സെൻറ്ററിൽ പ്രസ് ചെയ്ത് ആ ഒരു 3D ലുക്ക് ആക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് 2 സൈഡും ഇതുപോലെ പിടിച്ചിട്ട് കർവ് ഷേപ്പ് ആക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡായിരിക്കും കുറച്ചും കൂടി ഈസി. കാരണം എൻ്റെ മോൻ ചെയ്തിട്ട് അവനിക്ക് ആ ഒരു
നമ്മൾ ഡെയിലി യൂസ് ചെയ്തിട്ട് 3D ലുക്ക് ആക്കിയിട്ട് 2 സൈഡും കട്ട് ചെയ്യുമ്പോൾ അതങ്ങ് ഉള്ളിലോട്ട് പ്രസ്സായി പോവാറുണ്ട് കേട്ടോ. കുഞ്ഞുകുട്ടികളാകുമ്പോൾ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ടായിരിക്കും 2 സൈഡും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ അത് ഇത്രയും സ്റ്റാറാണ് മാക്സിമം ആ ഒരു പേപ്പറിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. ഇനി ഇതുപോലൊരു ഫ്രെയിം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ക്യൂട്ടല്ലേ കാണാനായിട്ട്. ഇത് മോനിക്ക് സ്പിന്നർ വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായതാണ്. ഇതിൻ്റെ ഉള്ളിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇതുപോലെ 2 ഷീറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു ഹാർട്ട് ഷേപ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. എല്ലാ ഹാർട്ട് ഷേപ്സും ഇതുപോലെ ഒരു കോർണറിൽ നിന്ന് മുകളിലേക്ക് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ എൻ്റെ മൂത്ത മോനിക്ക് അത്ര അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല കേട്ടോ. പിന്നീട് അവൻ്റെ ഒരു സജഷനായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹാർട്ട് ഷേപ്പ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്താൽ എന്താ എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ഇത്രയും വരെ അവനെനിക്ക് ചെയ്തു തന്നിട്ടോ. അപ്പോൾ അത്ര പെർഫെക്ഷൻ വരാത്തത് കൊണ്ട് ഞാൻ സ്കെയിലും ഈർക്കിലൊക്കെ യൂസ് ചെയ്തിട്ട് മാക്സിമം ആ ഒരു ഹാർട്ട് ഷേപ്പ് കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിക്ക് ചെയ്തല്ല കൊടുക്കുന്നത്, ജസ്റ്റ് ആ ഒരു പേപ്പറിൽ ആ ഒരു ഹാർട്ട് ഷേപ്പ് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇത് ഈ ഒരു ഫ്രെയിം ക്ലോസ് ചെയ്യുന്ന ടൈമിൽ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, നമ്മൾ എങ്ങനെയാണോ വെച്ച് കൊടുക്കുന്നത് അതേ രീതിയിൽ അതേ പൊസിഷനിൽ ഇങ്ങനെ അങ്ങ് ഇരുന്നോളും. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു അടിപൊളി ഫ്രെയിമാണ്. ഇനി നമുക്കിത് വോളിലേക്ക് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. വോളിലേക്ക് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് ചെറിയ പോർഷനായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ഈ ഒരു ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിളായിട്ട് വോളിലേക്ക് അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മൾ ആ ഒരു ഷീറ്റിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചതാണെന്ന് തോന്നുള്ളൂ. അത്രയും അടിപൊളിയായിട്ടുണ്ട്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് ആയതുകൊണ്ട് വോളിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത ഒരു ഫീലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു.